അഭിമാന നിമിഷം. കേരളത്തിന് തല ഉയർത്തി നിൽക്കാനുള്ള മറ്റൊരു മുഖമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. നീതി ആയോഗിന്റെ ദേശീയ ആരോഗ്യ സൂചികയിൽ കേരളം ഒന്നാമത്. ഇത് കൈയടിക്കേണ്ട ഒരു വലിയ നിമിഷം തന്നെയാണ്. കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന് എന്തുകൊണ്ടും അഭിമാനിക്കാൻ പറ്റിയ വലിയ മുഹൂർത്തം. 2ാം സ്ഥാനം നേടിയിരിക്കുന്നത് റാങ്കിങ്ങിൽ ആന്ധ്രാപ്രദേശാണ്, 3ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണ്. എന്നാൽ നേരത്തെ ഉള്ളതിനേക്കാളും ആരോഗ്യരംഗത്ത് കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഹരിയാനയും ജാർഖണ്ഡും രാജസ്ഥാനും മുന്നിട്ട് നിൽക്കുന്നു. അത് മാത്രമല്ല, ഏറ്റവും കൂടുതലധികം ശിശുമരണ നിരക്കുകൾ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ബീഹാറിലും UP-യിലുമാണ്. ഇവർ ഒരുപാട് പിന്നിലാണുള്ളത്. ഓക്സിജൻ ലഭിക്കാത്തതിന്റെ പേരിൽ പിഞ്ചോമനകൾ മരണപ്പെട്ടു പോയ UP-യുടെ ആരോഗ്യനില അതീവ മോശമായ സാഹചര്യത്തിലാണ് എന്നുള്ളതാണ് നീതി ആയോഗിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുള്ളത്. ഒപ്പം പഴം കഴിച്ചതിന്റെ പേരിലാണ് കുട്ടികൾ മരണപ്പെട്ടത് എന്നുള്ള ഒരിക്കലും വിശ്വസിക്കാത്ത കാരണം പറഞ്ഞ് തടിയൂരാൻ ശ്രമിക്കുന്ന സർക്കാരിനും വലിയ തിരിച്ചടിയാണ് നീതി ആയോഗിന്റെ ബീഹാറിലെ പഠനങ്ങൾ വ്യക്തമാക്കി നൽകിയിട്ടുള്ളത്. അവിടെ ദാരിദ്ര്യമാണ് മരണകാരണം എന്നുള്ളതാണ് വിദഗ്ധ ഡോക്ടർമാർ മുന്നോട്ട് വെക്കുന്നുള്ള കാര്യം. ആയിടക്ക് കേരളം എവിടെയോ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തല ഉയർത്തി തന്നെ നിൽക്കാം നമുക്ക്. നമ്മളെ എല്ലാ രീതിയിലും അടിച്ചമർത്താൻ ശ്രമിച്ചവർ പ്രളയ സമയത്ത് പ്രതിസന്ധികൾ നേരിടുമ്പോഴൊക്കെ നമ്മളെ അടിച്ചമർത്താൻ ശ്രമിച്ചവർക്ക് മുന്നിൽ നമ്മൾ തല ഉയർത്തി നിൽക്കുന്നതിൻ്റെ യാഥാർത്ഥ്യമാണ് നീതി ആയോഗ് നമുക്ക് നൽകിയിട്ടുള്ള, നമ്മുടെ കേരളത്തിലെ ആരോഗ്യ വകുപ്പിന് നൽകിയിട്ടുള്ള 1ാം റാങ്ക്. ആ 1ാം റാങ്ക് ഒരിക്കലും തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല. സർക്കാരിൻ്റെ കൃത്യമായിട്ടുള്ള പ്രയത്നങ്ങൾ, ആരോഗ്യ വകുപ്പിൻ്റെ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ, രോഗങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് ശിശുമരണ നിരക്ക് കുത്തനെ കുറക്കാൻ ഏതൊക്കെ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ള വിദഗ്ധമായിട്ടുള്ള പഠനങ്ങൾ കേരളം നടത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, കേരളത്തിന്റെ സഹായങ്ങൾ പുറമോടികളിലേക്ക് വരെ എത്തിയിട്ടുണ്ട് എന്നുള്ള നിരീക്ഷണവും നീതി ആയോഗ് മുന്നോട്ട് വെക്കുന്നുണ്ട്. 23 മേഖലകൾ തിരിച്ചുകൊണ്ടാണ് ഈ നീതി ആയോഗ് ഈ റാങ്കിങ്ങിലേക്ക് കേരളത്തിന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. 2016 മുതൽ 2017 വരെ, 2017 മുതൽ 2018 വരെയുള്ള കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന്റെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു റാങ്കിങ്ങും കൂടിയാണ് ഇത്. എന്തായാലും നമുക്ക് തല ഉയർത്തി നിൽക്കാം. കേന്ദ്ര സർക്കാരിന്റെ ചില പൊള്ളത്തരങ്ങൾ കേരളത്തിന് മേലിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ പോലും കേരളം അവർക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നത് കേരളത്തിന്റെ ഒറ്റക്കെട്ട് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Stop.